തൊടുപുഴ ന്യൂമാൻസ് കോളേജ് മലയാളം അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയതിൽ പ്രതിഷേധിച്ച് FSETO പ്രവർത്തകർ കലക്ടറേറ്റ് പരിസരത്ത് പ്രകടനം നടത്തി. ചില വർഗീയവാദികൾ തയ്യാറായി മുമ്പോട്ട് വരികയാണ്. ഇവിടുത്തെ നിയമസംഹിതകളും ഇവിടുത്തെ കോടതിയും കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ നിയമം നടപ്പാക്കുമെന്ന രീതിയിൽ ചില ആളുകളെ കയറൂരി വിട്ടിരിക്കുകയാണ്. കുറേ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് കലാപം സൃഷ്ടിക്കാൻ വേണ്ടി സഹായകരമായ നിലപാടാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. വിദേശത്ത് നിന്ന് ധാരാളം പണം വരികയും ആ പണമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൊഴിലില്ലാത്ത ഒരു വിഭാഗം ആളുകളെ കയറൂരി വിടുന്ന ഈ സമീപനം കേരളത്തെ പോലൊരു ജനാധിപത്യ വ്യവസ്ഥയുള്ള ഒരു സംസ്കാര സമ്പന്നമായ ഒരു നാട്ടിൽ എന്ത് തന്നെയായാലും വെച്ചു പൊറിപ്പിക്കാൻ കഴിയാത്തതാണ്. നമുക്കറിയാം, മതേതരത്വം എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ഒരു കാഴ്ചപ്പാട് കെട്ടിപ്പിടിക്കുന്ന രാജ്യം, ആ രാജ്യം മതേതരത്വം എന്ന് പറയുന്നത് ഇന്ന് കേവലം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ്. മതേതരത്വം പറയുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് മതേതര വീക്ഷണമുള്ള ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി കേരളത്തിലെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ചില നടപടികൾ ആരംഭിച്ചപ്പോൾ നമ്മുടെ എല്ലാ മതവിഭാഗങ്ങളും അവിടെ കൈകോർക്കുകയാണ് ചെയ്തത്.